ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ, എന്തൊക്കെയായാലും. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയില്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റ്സും പല സ്ഥലത്തും പർപ്പസ്ഫുള്ളി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ചെയ്യുന്ന കാര്യമാണ്. അത് ശരിയല്ല. അത് ഞാൻ തന്നെ പറഞ്ഞു. ഇനി അത് മാത്രം ഒരു കാര്യം കൂടെ ശരിയല്ല. നമ്മുടെ ഈ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല ആൾക്കാരും പുള്ളി ഇറങ്ങിയപ്പം പടക്കം പൊട്ടിക്കാനും മറ്റുമൊക്കെ അത് ശരിയല്ല. അതിന്റെ പ്രശ്നം എന്താ അറിയോ, ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ തീവ്ര മെയിലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഉണ്ട്. മറുഭാഗത്തിന്റെ കുരു പൊട്ടിക്കലാണ് രണ്ടുപേരുടെ ലക്ഷ്യം. നിങ്ങൾ ഇറങ്ങിയപ്പോഴും അങ്ങനെ കുറച്ച് ആൾക്കാർ ഞാൻ പടക്കം സാധനങ്ങളൊന്നും വേണ്ട, ഞാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് അകത്തൊന്നും സംസാരിക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ ഓവർ ആക്കരുത്, നമുക്കൊരു മിതത്വം വേണം. മറ്റേ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കുക അല്ല നമ്മുടെ ലക്ഷ്യം. കഴിയുന്നത്ര പുരുഷന്മാർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ നല്ല ഫെമിനിസ്റ്റുകളോട് എൻഗേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ നിലപാടിനോട് വിയോജിപ്പുണ്ട്, പക്ഷേ ബഹുമാനത്തോടെയുള്ള വിയോജിപ്പാണ്. അവരുടെ ലക്ഷ്യം ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷവാദികളുടെ കുരു പൊട്ടിക്കലാകരുത്, സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കൗതുകമുള്ള കാര്യം പറയാം. മിനി മാഡം, നമ്മുടെ അതിജീവിതയ്ക്ക് വേണ്ടി ദിലീപിൻ്റെ കേസിൽ ഏറ്റവും ബാധിക്കുന്ന മിനി മാഡം. ഞാനും മിനി മാഡവും അഡ്വക്കേറ്റ് ജയശങ്കറും മോഹൻലാലിൻ്റെ നേരെന്ന സിനിമയിലുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ സിനിമയിൽ ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഞാനപ്പം നല്ലൊരു പഞ്ച് ഡയലോഗ്, ഞാനിവിടെ പറയുന്നില്ല, ഓഫ് ചെയ്തിട്ട് പറയാം. അതിജീവിത എന്ന വാക്കിനെ വെച്ച് ഞാൻ നല്ലൊരു പഞ്ച് ഡയലോഗ് സിനിമയിൽ പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സ്ക്രിപ്റ്റ് തരാനാണ്, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി. ആ ഒരു നേരെ സിനിമയിലുണ്ടായിരുന്നു. നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞു. പക്ഷേ മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് പറയണ്ട, ഒരു പ്രത്യേക വാക്കാണ്, പ്രയോഗം പറയണ്ട. കാര്യം നാളെ ജെനുവിനായ അതിജീവിതകൾ വന്നാൽ പോലും അവർക്കെതിരെ ഇത് റോങ്ലി യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ അപ്പം അത് പിൻവലിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, നമുക്ക് റീഷൂട്ട് ചെയ്യാം, ഞാനിത് പറയുന്നില്ല. എന്നിട്ട് കുറച്ചുകൂടെ ടോൺ ഡൗൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു. മിനി മാഡത്തെ എനിക്ക് ബഹുമാനമാണ്. അഭിപ്രായങ്ങളൊക്കെ 100% വ്യത്യാസമുണ്ട് കേട്ടോ. 100% ഞാൻ വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി മാഡം, പക്ഷേ എനിക്ക് ബഹുമാനമാണ്. പക്ഷേ നല്ല ഫെമിനിസ്റ്റുകളോട് നമുക്ക് എൻഗേജ് ചെയ്യാം. ഇതേപോലെ റെസ്പോൺസിബിൾ പുരുഷവാദികളാണ് ഞങ്ങൾ. എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീം ഫെമിനിസ്റ്റുകളിലും ഉണ്ട്, ഈ മെന്നിസ്റ്റുകളിലും ഉണ്ട്. അപ്പം അവരെ നമുക്ക് മനസ്സിലാക്കിയത്. ഇനി അതിനൊരു റീസൺ കൂടെ പറഞ്ഞാൽ നിർത്താം. ഞാൻ അങ്ങനെ ഈ പടക്കം പൊട്ടിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? കോടതിയൊക്കെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുകയല്ലേ? കാര്യം നമ്മൾ വെറുതെ പ്രകോപിപ്പിക്കില്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, സാറേ എന്നെ 50 ദിവസം ജയിലിൽ പിടിച്ചിട്ടു. 50 ദിവസം ജയിലിൽ പിടിച്ചിട്ടതിന് ശേഷം ഞാൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു, പുള്ളി വെളിയിൽ വന്നു. അടുത്താണ് ശ്രദ്ധിക്കാൻ, എന്നെ വീട്ടിൽ നിന്ന് ആരും റിസീവ് ചെയ്യാൻ പോലും വന്നില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടുകാർക്കെല്ലാം ഞാനൊരു ബാധ്യതയും അധികപ്പറ്റുവാണ്. വീട്ടിലൊരു കല്യാണം വന്ന് എന്നെ വിളിക്കില്ല. അതായത് ഇതെല്ലാം നിരപരാധിയാണെന്ന് കോടതി വിധി ഉള്ള ഒരാൾക്കാണെന്ന് ഓർക്കണം. നിരപരാധിയാണെന്ന് കോടതി വിധിച്ച് കേസ് ക്വാഷ് ചെയ്ത് അക്വിറ്റ് ചെയ്ത് വെളിയിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടുകാരെല്ലാം, അതായത് എന്നെ ഒരു ബാധ്യതയും മറ്റുമായിട്ട് കാണുന്ന. അതുകൊണ്ട് ഞാനിവിടെ ഏത് പുരുഷൻ വെളിയിൽ വന്നാലും ഞാൻ പോയി മറ്റേ പൊട്ടിക്കും. അയാളുടെ ലൈഫിൻ്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. വളരെ അത്യാവശ്യം അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളെ കുറിച്ചാണ്. അയാൾ 50 ദിവസം ജയിലിൽ കിടന്നു. വെളിയിൽ വീട്ടുകാർ പോലും റിസീവ് ചെയ്യാൻ വന്നില്ല. വീട്ടിൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പം, അതായത് അയാളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അവർ ഇയാളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്കെതിരെ കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞു. കോടതി ഇയാൾക്ക് അനുകൂലമായ ഉത്തരവ് വന്നു. പക്ഷേ ഇയാൾ ഇന്നും മോശക്കാരനും പെർവേർട്ടുമാണ്. ഞാൻ ഇനിയും കുറച്ചുകൂടെ അറിയുന്ന, എല്ലാവരും അറിയേണ്ട ഉദാഹരണമാണ് കുട്ടിക്കൽ ജയേന്ദ്രൻ. കുട്ടിക്കൽ ജയേന്ദ്രൻ 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ കഷ്ടകാലത്തിന് പോലീസിന് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിലേ ഇപ്പോഴും ജാമ്യം കിട്ടില്ല, ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. 6.5 മാസം 1-2 പ്രധാന സിനിമകൾ പോയി. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഒരു ഫാമിലി ഇഷ്യൂവിൽ തർക്കത്തിലാണ്. കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഭാര്യ, അവിടെയാണ് എൻ്റെ വൈഫ് ദീപ, കുട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഭാര്യ സെറീനെ പോലുള്ളവർ മുമ്പോട്ട് വന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. സെറീന എന്ന ആ സ്ത്രീയുടെ ഫൈറ്റ് കാരണം മാത്രമാണ് മിനിമം സെറീനയ്ക്കും അവരുടെ കുടുംബത്തിന് ഒരു 10-15 ലക്ഷം രൂപ ഇതിലേക്കാണ്. ഞാൻ സിദ്ദിഖ് സാറിനോട് ഇടയ്ക്ക് സംസാരിച്ചു, പക്ഷേ കാശ് ചോദിച്ചില്ല, പുള്ളിയെ വേദനിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. മിനിമം ശ്രീ സിദ്ദിഖിന് 35-40 ലക്ഷം രൂപയിലേക്കാണ് ഏറ്റവും മിനിമം ഒരു 30. കാര്യം മുകുൾ റോഹത്തകിയാണ് എന്ന് വാദിച്ചത്. ഇവിടെ രാമുള്ള നമ്മുടെ നീതിയാണെന്ന് പറഞ്ഞ് വക്കീൽ ചിലപ്പം കുറച്ച് റിഡക്ഷൻ വായിച്ചു തരും കേട്ടോ. അങ്ങനെ നല്ല വക്കീലുകളുണ്ട്, നല്ല ഒരുപാട് വക്കീൽ. ഇപ്പം എൻ്റെ അഡ്വക്കേറ്റ് ശ്യാം സാറൊക്കെ വളരെ നല്ല വക്കീലാണ്. അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്ത് നല്ല വക്കീലുകളാണ്. ആദ്യം എനിക്ക് ശാസ്ത്രജ്ഞ സാർ പ്രഗത്ഭനാണ്, മിടുക്കനാണ്, നല്ല മനുഷ്യരാണ് ഇവരെല്ലാം. പക്ഷേ ഇവർക്കാണെങ്കിലും നമുക്കൊരു കാശ് കൊടുക്കണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയിൽ മുകുൾ റോഹത്തകി 3 തവണ എന്തോ ശ്രീ സിദ്ദിഖിനെതിരെ വന്നു. സിദ്ദിഖിനെതിരെയുള്ള കേസിൽ അപ്പിയർ ചെയ്തു. അനുകൂലമായ പരാമർശങ്ങളടക്കം കിട്ടി. കാശ് കൊടുക്കണ്ടേ? സിദ്ദിഖേട്ടനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനും അവരുടെ കൊച്ചുമക്കൾക്ക് അനുഭവിക്കാനുള്ള കാശല്ലേ? 10-35 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു എമൗണ്ട്. ഒരു ഈവൻ കാശുകാരെ വെച്ചാണെങ്കിൽ പോലും 35-40 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ? പിന്നെ ഒളിച്ച് താമസിക്കേണ്ടി വന്നു. ഒളിവിൽ പോയി. കേരളത്തിലെ അമ്മയെ ഏറ്റവും നന്നായി നയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖ് രാജിവെച്ചു. അമ്മയുടെ എല്ലാവരും രാജിവെച്ചു. എന്താ മറുഭാഗത്ത് എന്താ? ഫേസ്ബുക്കിലിരുന്ന് ഞാൻ രാവിലെ ആരോപണം എഴുതി, ശ്രീ സിദ്ദിഖ് എന്നെ പീഡിപ്പിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പം എന്താ ഈ കേസുകളൊക്കെ ആരെങ്കിലും, നമ്മൾ മരിച്ചുപോയ മാമുക്കോയവരെ, ചില ആൾക്കാർ മരിച്ചുപോയ ഒരാളല്ലേ, അയാൾ പുള്ളി ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇല്ല, ചുമ്മാങ്ങുമെന്ന് പറയുക. തെളിവ് എന്തെങ്കിലും വേണോ? ഒരു തെളിവും വേണ്ട.